കുറച്ച് കാലങ്ങളായിട്ടേ നമ്മൾ കാനഡ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആങ്സൈറ്റിയാണ്. എന്താ പറയുക, നമ്മുടെ മീൻസ് എന്താ പറയുക, എല്ലാവർക്കും അറിയാവുന്ന പോലെ റേസിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ എവിടെ എത്താത്ത പോലെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ എവിഡൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ ഡയറക്റ്റ് അങ്ങനെ ഫേസ് ചെയ്യാറില്ല, എന്നാൽ പോലും അതുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു ആങ്സൈറ്റിയാണ്. ഇപ്പം ജോഹാന് അവനിപ്പോൾ 3 വയസ്സായി, അടുത്ത വർഷം നമ്മൾ സ്കൂളിൽ വിടണമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ അവനെ നമ്മുടെ ഡേ കെയറിൽ കൊണ്ടിട്ട് വിട്ടിട്ട് വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഇപ്പോൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പം അവർക്ക് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമോ, അതോ പിന്നെ എല്ലാവരും മാറ്റി നിർത്തുമോ. എനിക്കറിയാം എന്നെ പോലെ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വെസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ അല്ലാതെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിൽ ക്യാമറ നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡ് എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു സ്കൂൾ കോമ്പൗണ്ടാണ്. ആണോന്ന് അറിയത്തില്ല. ബാക്കിൽ അവിടെ ഉള്ളത് സ്കൂളാണ്, ഇത് ഗ്രൗണ്ടാണ്. ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ ഒരു ഭയങ്കര വറിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ഇന്ത്യൻ കൊച്ചും പിന്നെ 2 വൈറ്റ്സ് പിള്ളേരും, കുഞ്ഞു പിള്ളേരാട്ടോ. അവരാണെങ്കിൽ ആ ഇന്ത്യൻ കൊച്ചിൻ്റെ കയ്യിൽ തോളയിൽ കൈയൊക്കെ ഇട്ട് അതിനെ ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ട് രണ്ടും കൂടെ പോവുക. നല്ല ക്യൂട്ടായിട്ടുണ്ട് കണ്ടപ്പം. അപ്പോൾ ഞാൻ ഓർത്തു, പിള്ളേരുടെ ഇടയിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മൾ പേരൻസ് ആങ്സൈറ്റി ഒക്കെ ഉണ്ടാക്കുന്നത്. അവരുടെ ലോകത്ത് എനിക്ക് തോന്നുന്നു പിള്ളേരെ നമ്മളിങ്ങനെ റേസ് ചെയ്യുന്നുള്ള ആ ഒരു ഇതനുസരിച്ചിരിക്കും. നല്ല പേരൻസിന് വീട്ടിൽ നല്ല പേരൻസിൻ്റെ കൂടെ വളർന്ന പിള്ളേർ അവർക്ക് ആ കൺസേൺ ഒന്നും കാണത്തില്ലായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ അൺനെസസറി ആയിട്ട് എന്തെങ്കിലും ഇങ്ങനെ ആങ്സൈറ്റി ഉണ്ടാക്കുന്നത്, എന്തായാലും നമ്മളിവിടേക്ക് എത്തി. ഇതല്ലെങ്കിൽ എന്താ പറയുക, അടുത്തത് വരുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകുക. അപ്പം എന്നെ പോലെ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള പേരൻസ് ഇതുപോലത്തെ ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വിട്ടേക്ക്, നമുക്ക് പറ്റുന്ന നമ്മൾ നോക്കുക. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു നാട് ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താ പറയുക, പറ്റുന്നില്ല എന്നുള്ള അങ്ങനെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കപ്പ്, അല്ല നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഡോൺ വറി. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന കേട്ടോ. എനിക്കിപ്പോഴും ആ പിള്ളേരെ കാണാം, പക്ഷേ വീഡിയോ എടുക്കുന്നില്ല. അത് ഇതല്ലല്ലോ, ഇൻഅപ്രോപ്രിയേറ്റ് അല്ലേ. പക്ഷേ ജസ്റ്റ് ഷെയർ ചെയ്താൽ. ബൈ, ഹാവ് എ ഗുഡ് ഡേ.